ഇപ്പൊ നമ്മുടെ നാട്ടില് പുതിയ ഒരു സംസ്കാരം ഉടലെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗർഭിണിയായ സ്ത്രീകളുടെ ആ ഒരു വയറ് കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോ, അതല്ലാതെ തന്നെ റീൽസ്, ചക്ര ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന അങ്ങനെ റീൽസ്, ഡാൻസ്, ഫോട്ടോഷൂട്ട് കൾച്ചറാണ്. പുതിയൊരു കൾച്ചർ വരികയാണെന്നുള്ളതാണ്. ഈ ഒരു കൾച്ചർ നല്ലതാണോ ചീത്തതാണോ എന്ന് അത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വയറ് കാണിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, പണ്ട് വയറ് കാണൽ ചടങ്ങുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് വീട്ടിൽ നിന്ന് ഫാമിലി സ്ത്രീകളാ പോവാറ്, സ്ത്രീകൾ മാത്രമേ പോവുള്ളൂ, സ്ത്രീകളാണ് കാണാറ്. ഇപ്പൊ അത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ ഒരു കൾച്ചറിനോട് യാതൊരു താല്പര്യമില്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല. മോശമായിട്ട് എനിക്ക് തോന്നുന്നു. എന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയേക്കാം. അഭിശ്രീ എന്ന് പറയുന്ന ഒരു പയ്യനെ നിങ്ങൾക്ക് അറിയാം, സീരിയലിലൊക്കെ അഭിനയിച്ചിരുന്ന നല്ല അടിപൊളി ഡാൻസ് ചെയ്യുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്ന മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഒരു വയറ് ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് 9 മാസം അങ്ങനെ ആയി തോന്നുന്നു. ആ ഒരു ഫോട്ടോഷൂട്ട് വൈറലായി. ഫുൾ നെഗറ്റീവാ. ഞാൻ അന്ന് കണ്ടതാണ്, പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തില്ല. ഈ ഒരു സംഭവത്തിനൊക്കെ വളരെ നോർമലൈസ് ചെയ്തിട്ട് ഇതൊക്കെ അടിപൊളിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എല്ലാവരും ചെയ്തു തുടങ്ങി. സെലിബ്രിറ്റികൾ തുടങ്ങി, സാധാരണക്കാർ തുടങ്ങി. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷെ ഈ വീഡിയോ എനിക്ക് ഇപ്പൊ ചെയ്യാൻ തോന്നാനുള്ള ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, 2 വീഡിയോസ് ഇവര് ഇപ്പൊ ഇട്ടിട്ടുണ്ട്. അത് കാരണമാണെന്നുള്ളതാണ്. ഞാൻ ആ വീഡിയോ ഒന്ന് കേൾപ്പിച്ചു തരാം. എന്തെങ്കിലും പറ്റും, അബോഷനാവും, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത്. കാര്യം ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ വെറും പൊട്ടന്മാരാണ്. പിന്നെ റീച്ചിന് വേണ്ടിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ വയറുള്ള സമയത്ത് പിന്നെ വയറെടുത്തിട്ട് ഫുട്ബോൾ കണക്കിനെടുത്ത് എറിഞ്ഞിട്ട് മാറ്റിയിട്ട് പിന്നെ ഡാൻസ് ചെയ്യാൻ പറ്റുമോ? വയറുള്ള സമയത്ത് വയറ് വെച്ചിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു 10 മാസം എന്ന് പറയുന്നത്, അല്ലെ 9 ടൈം എന്ന് പറയുന്നത്, അത് ഒരു ഹാപ്പി ആയിട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ അവൾക്കുണ്ടായ കുറെ ചേഞ്ചസ്, എനിക്കുണ്ടായ കുറെ ചേഞ്ചസ്. അപ്പൊ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഭയങ്കര നമുക്ക് എന്താ പറയാ, വേറൊരു ഡിവൈൻ ഫീലാണ്. അപ്പൊ അതിങ്ങനെ എന്താ പറയാ, അത് ഭയങ്കര സന്തോഷമുള്ളൊരു ഫീലാണ്. അപ്പൊ അത് പോലെ നമ്മളും ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളും കെയർ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഡാൻസ് ചെയ്തു എന്ന് ഒന്നും ചെയ്യാതെ പോട്ടെ അങ്ങനത്തെ ചിന്താഗതി അല്ല. കമന്റ് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു ചിന്താഗതിയിൽ കൂടെ പോകുന്നവരാണ് എന്ന് നിങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നമ്മുടേതായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തത് കൊണ്ടാണ് ഈ 7 വർഷം. പിന്നെ അതുപോലെ നമ്മൾ നോക്ക്, ഈ 7 വർഷം കഴിഞ്ഞിട്ടായത് കൊണ്ട് തന്നെ നമുക്കും കടന്ന് പിന്നെ അബോഷനായി പോവും. നിങ്ങൾക്ക് അത് കിട്ടിയാലേ നിങ്ങൾ പറ്റൂ, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ വെറും അതായത് നെഗറ്റീവായിട്ട് കണ്ട് ഞങ്ങൾ തള്ളിക്കളയുക മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഞങ്ങളുടെ വീഡിയോസിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കാവാത്തതാണെന്ന്. ഞങ്ങൾ തന്നെ ഒരു ഗ്യാപ്പ് പേഴ്സണലി എടുത്തതാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് പിന്നെ നമ്മള് 1 ഇയർ ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ബിഗ് ബോസിലൊക്കെ പോയി ഓട്ടോമാറ്റിക്കലി ഞാൻ ട്രീറ്റ്മെന്റ് ഡോക്ടറിനെ വന്ന് കണ്ടിട്ടുണ്ട് ഈ ബിഗ് ബോസിൽ പോകുന്നതിന് 1 മാസം മുമ്പ്. എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് എന്നാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. അല്ലേ? അവർ പറയാം ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഗ്യാപ്പ് ഇട്ടതാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്നത് കൊണ്ടാണ് വളരെ നെഗറ്റീവായിട്ട് ഇതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ വയറ് കാണിച്ചുകൊണ്ട് ഇവർ 2 പേരും ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നു. അതിൽ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ടാവും. അതിൽ നെഗറ്റീവുകൾ ഒരുപാടുണ്ട്, ഇല്ലാന്ന് പറഞ്ഞില്ല, പ്രാക്കടക്കം ഉണ്ട് എന്നുള്ളതാണ്. അത്തരം ഊളത്തരത്തിനോടൊന്നും ഞാൻ ഒരു യോജിപ്പില്ല. പക്ഷെ ഇതൊരു നല്ല സംസ്കാരമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്റെ കാഴ്ചപ്പാട് വളരെ മോശമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. എനിക്കത് മോശമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇതിൽ ഒരു തരത്തിലുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കണ്ടന്റിൽ അത് കണ്ടപ്പോ അയ്യോ എന്തിനാണ് അവർ ചെയ്തത് എന്നാ തോന്നിയത്. അതിൽ വേറെ പ്രാക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്കത് അയ്യേ എന്താണ് ഇവർ കാണിച്ചത് എന്ന് തോന്നുന്നതിൽ എന്ത് തെറ്റാണുള്ളത്. പക്ഷേ രണ്ടാമതിട്ട വീഡിയോ, അതാണ് ഇനി നിങ്ങൾ കാണേണ്ടതായിട്ടുള്ളത്. കാണാം. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേത് സ്കിപ്പ് ചെയ്ത് പോകും. ഞാൻ സീരിയസ്ലി പറയാം, ശിവപാർവതി ഈ ഫോൺ ആര് യൂസ് ചെയ്താണ് ഈ കമന്റ് ഇട്ടത് എന്നെനിക്കറിയില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കുഞ്ഞ് വയറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഈ കമന്റ് ഇട്ട ആള് അതാരാണെങ്കിലും അവർക്കെതിരെ ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. എന്റെ പിതൃത്വത്തെയും ഇവളുടെ മാതൃത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു മോള് കമന്റ് ഇട്ടത്, അല്ലെങ്കിൽ മോൻ കമന്റ് ഇട്ടത്. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ഈ ഡെലിവറി കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. ഇത് തന്നെയായിരിക്കും നിന്റെ അമ്മയോടും നിനക്ക് തോന്നുന്നത്. എന്താ ഇപ്പൊ അവരെ ഒന്ന് സാരി ഉടുത്തോണ്ട് നിൽക്കുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ വയറൊന്ന് ജസ്റ്റ് സൈഡ് കണ്ടാലോ നിനക്ക് ഫീൽ ചെയ്യുന്ന ഇതായിരിക്കും. അവരടുത്ത് നീ പോയി പറയോ, താഴെ അങ്ങ് ഊരാൻ പറയൂ?
അന്നത്തെ സമയത്തെന്ന് പറഞ്ഞാൽ കപ്പിൾസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു. നിനക്കൊക്കെ നാണമുണ്ടോ? ഭാര്യയും ഭർത്താവും കൂടെ തുള്ളി ജീവിക്കുന്നു. ഇങ്ങനെ ഓപ്പണായിട്ട് പറയാം. അവൻ കൊണ്ട് അവളെ വിറ്റ് അല്ലെങ്കിൽ അവളെ പിന്നെ കൊണ്ട് ആർക്കോ കാഴ്ച വസ്തുവാക്കി വെച്ചിട്ട് അവളെ ഇപ്പം സീരിയലിൽ കൊണ്ടുവന്നു, അവനും സീരിയലിലായി. വലിയ പച്ചയായിട്ട് പറഞ്ഞാൽ വേശ്യകൾ എന്നുള്ള രീതിയിൽ കമന്റ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ വേൾഡ് ഫസ്റ്റ് മദർ ഞാനല്ല പക്ഷെ ഓക്കെ, ഒരുപാട് വൃത്തികെട്ട കമന്റുകൾ വന്നിട്ടുണ്ട്. അവർക്ക് ഫസ്റ്റ് മുതൽ ഇപ്പൊ ഇന്നലെ വരെയുള്ള കമന്റുകൾക്കുള്ള മറുപടിയാണ് അവർ കൊടുക്കുന്നത്. ഒരു സ്ത്രീ ഒരു വൃത്തികെട്ട രീതിയിൽ ഉണ്ടായതാണെന്ന രീതിയിലുള്ള ഒരു വൃത്തികേട് പറഞ്ഞു. അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്നു തന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ടോ? ഇപ്പൊ എന്നെ തെറി വിളിക്കുന്നവരുണ്ട്, എന്നെ നല്ലത് പറയുന്ന ആളുകളുണ്ട്, എല്ലാം ഉണ്ട്. എന്റെ അഭിപ്രായങ്ങളെ നല്ലതാണെന്ന് പറയുന്ന ആളുകൾ പോലും ഉണ്ട്, മോശമാണെന്ന് പറയുന്ന ആളുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെയും ചിന്താഗതി ഒന്നാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇവിടെ വയറ് കാണിച്ചിട്ട് ഇമാതിരി ഒരു ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വരും തലമുറയും ഇത് അനുകരിക്കുകയും പുതിയൊരു സംസ്കാരമായിട്ട് ഇത് മാറുകയും, നഗ്നത എന്നൊരു സംഭവം അല്ല ഇവിടെ മാതൃത്വം തന്നെയാണ്. അതിനൊരിക്കലും ആ ഒരു വയറ് കണ്ടിട്ട് എനിക്കൊരു വികാരം തോന്നി എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സ് ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇത് പുതിയൊരു സംസ്കാരമായിട്ട് നമ്മൾ സെലിബ്രിറ്റികളെ പലപ്പോഴും പല ആളുകൾ ഫോളോ ചെയ്യാറുണ്ട് അല്ലെ. ആ ഫോളോ ചെയ്യുന്നത് വെറും ഫോളോവിങ് മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പോലും അവർ കോപ്പി ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലേക്ക് മാറാനുള്ള സാധ്യതകൾ ഏറെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ആയിരിക്കും, ഇത് കാണുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ 50-50 ആവാനോ അല്ലെങ്കിൽ 30-70 ആവാനുള്ള സാധ്യതകളില്ലേ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളെ വെറുക്കുന്ന ആളുകൾ ഉണ്ടാവാം. കഴിഞ്ഞിട്ടില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരത് കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മദർ ആവുന്നത്. വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഞാനാണോ ഡിസൈഡ് ചെയ്യേണ്ടത് ഇവൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന്? ഇവളാണ് രേണുസുതിയെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് രേണു ചേച്ചിയുടെ ചില അഭിപ്രായങ്ങളോട്, അവള് പോക്ക് കേസ് വെടി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഒരു 10 വയസ്സുള്ള കുഞ്ഞു മുതൽ 60 വയസ്സുള്ള ആ മുത്തശ്ശി വരെ ഇത്രയും ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും ഞാൻ തെറി വിളിക്കുന്നത്. അതിന് കാരണം ഈ കാലിന്റെ പേരിൽ കുറെ കുണയ്ക്കുന്നുണ്ട് കുറെ മനസ്സിലായോ? അല്ലെ, എനിക്ക് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അത് എനിക്ക് വേണ്ട, എനിക്കതിന് ഇഷ്ടമല്ല. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. നിങ്ങളെ സീരിയലിലൂടെ ആണെങ്കിലും നിങ്ങളുടെ റീൽസിലൂടെ ആണെന്നുണ്ടെങ്കിലും അവരോട് പറയാം നിന്നെ സെലിബ്രേറ്റ് ആയിട്ട് കാണണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി ഇതായി കഴിഞ്ഞു, അത് മനസ്സിലാക്കണോ? പിന്നെ തെറി വിളിക്കുന്ന കാര്യത്തിനോട് നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നതിനോടല്ല കേട്ടോ, നിങ്ങളെ അങ്ങോട്ട് വൃത്തികേട് പറഞ്ഞ ആ ഒരു സംഭവത്തിനോട് എനിക്കൊരു യോജിപ്പില്ല. അത് തന്തയില്ലായ്മ തന്നെയാണ് അവർ കാണിച്ചതെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അഭിപ്രായം പറയാൻ മാന്യമായി പറഞ്ഞുകൂടെ? അതിന് വൃത്തികേടുകൾ പറയുന്നത് ശരിയല്ല. ബിഗ് ബോസിൽ പോയി എന്ന് പറഞ്ഞു മറ്റേ അവനാക്കി എന്നെ എടുക്കണ്ട, എനിക്ക് അതിന്റെ താല്പര്യമില്ല. പിന്നെ മുഖത്ത് നോക്കി വരുത്ത ഞൊണ്ടിക്കാലെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രതികരിക്കും. അതിന് എനിക്ക് അതിന്റെ പേരിലൊക്കെ നീയൊക്കെ പൊണച്ചു എന്ന് പറഞ്ഞ് എനിക്കൊരു അപ്പൊ അതുകൊണ്ട് വിചാരിക്കരുത് അഭിലാഷ് മറ്റേ മിണ്ടാതെങ്ങ് പോവും എന്നുള്ള വിചാരം വേണ്ട. അത് ഞൊണ്ടിക്കാലെന്ന് വിളിച്ചാൽ അവളടുത്ത് പറയാൻ എനിക്കൊന്നുമില്ല, കാര്യം അവളുടെ ചിന്താഗതിയുടെ കുഴപ്പം. പക്ഷേ ഇത് ഭർത്താവ് ബിഗ് ബോസിൽ പോയപ്പോ ഭാര്യ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞ ഈ അവനോ അവളോ ഞാൻ തരും. ഈ ഒരു വീഡിയോ കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മളെ ഇട്ടിട്ട് പോകാനും ചിലപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാനും ഒക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി മോശം ആൾക്കാരാണ്, നല്ലവരല്ല. അപ്പം ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, കാണാൻ താല്പര്യമില്ലാത്ത ഒരു ദയവ് ചെയ്ത് അൺസബ്സ്ക്രൈബ്, ബ്ലോക്ക്, ഇതൊക്കെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാ. അൺഫോളോ, ഇങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ തന്നിരിക്കുന്നത് ഇതിനാണ്. കാണാൻ താല്പര്യമില്ലാത്ത സാധനങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളയുക, കാണണ്ട. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. താല്പര്യമില്ലാത്ത ആളുകൾ കാണാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ വൈറലായ കണ്ടന്റുകൾ ആയതുകൊണ്ട് നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഈ വിഷയത്തിൽ ഇവരെ തെറി വിളിച്ച കാര്യത്തിനോടൊന്നും യാതൊരു യോജിപ്പില്ല. പക്ഷെ ഇതൊരു നല്ല സംസ്കാരമാണോ എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്. നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്, ഇതൊന്നും കണ്ട് ശീലമില്ല. വയറ് കാണുന്ന ചടങ്ങ് എന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് സോഷ്യൽ മീഡിയ വഴി ആയി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ ഇവരെ പരിഹസിക്കാനോ അപമാനിക്കാനോ അല്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ടെങ്കിൽ കുറച്ചാളുകൾ ഇത് വയറൊക്കെ കാണിച്ചിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ പ്രാക്കുന്നൊരു സംഭവം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. എന്നാലും അവൻ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലോ എന്നേ പറയുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഉണ്ടെങ്കിലോ നല്ലതാണ് എന്ന് എനിക്ക് തോന്നി, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെ വസ്ത്രധാരണം അല്ലേ, പെൺകുട്ടികളുടെ ആണെങ്കിലും ആൺകുട്ടികളുടെ വസ്ത്രധാരണം ഒക്കെ വെസ്റ്റേൺ കൺട്രിയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുള്ളതാണ്. അതിപ്പോൾ ഭയങ്കര മൂർധന്യാവിലേക്ക് എത്തി എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ
വസ്ത്രത്തിന്റെ അളവ് കുറയുന്നത് കൂടുതലായി കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പരമാവധി ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പല ആളുകളും അല്പവസ്ത്രം ധരിക്കുന്ന രീതികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ നല്ലതുണ്ട് ചീത്തതുണ്ട് കേട്ടോ. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമൂഹം അതിനോട് ഇണങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. നഗ്നത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിമ്പിൾ ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. കൾച്ചർലെസ് ആയിട്ടും ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കൾച്ചർ അത് നമുക്ക് കൾച്ചർലെസ് ആണ് കേട്ടോ, അവർക്ക് നല്ല കൾച്ചറായിട്ട് തോന്നുന്നുണ്ടാകാം. അങ്ങനെ ഒരു ടീം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ അടങ്ങി ഒതുങ്ങി ഒരു മൂലയിൽ ഇരുന്ന് കഞ്ഞിയും കുടിച്ച് അല്ലെങ്കിൽ മരുന്നും കഴിച്ചിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. സ്ത്രീകൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ ഈ പ്രഗ്നന്റ് സമയത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യണം. അതൊക്കെ അവരുടെ ആരോഗ്യത്തിന്, ആ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണെന്നുള്ളതാണ്. പകരം ഇമാതിരി സംഭവങ്ങൾ ഞാനെന്ത് പറയാനാ? നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാണ്ടെങ്കിൽ പറയട്ടെ. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.